ഹലോ മക്കളെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മുടെ +1 മാത്സിൻ്റെത്. നമ്മളിതാ +2 മാത്സിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടി. അതേപോലെ +1 ബാക്കിയുള്ള എക്സാംസിന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രീവിയസ് ഇയറിലെ 2024 ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതിലൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ചോദിക്കാത്ത രീതിയിലുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിനും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ലൈവിലൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആ ലൈവ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, അലൻ സാർ ആയാലും അലൻ സാറിൻ്റെ 50 ഷോർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിലൊക്കെ ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് സാധാരണ നോർമൽ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല വരിക, അത്യാവശ്യം വേറെ രീതിയിൽ ചോദിക്കുന്ന കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഈ ഒരു എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടേ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതും. അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളതും. നമ്മൾ പ്രതീക്ഷിച്ചതിലും കുറച്ച് ബുദ്ധിമുട്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ലൈവൊക്കെ കൃത്യമായിട്ട് കണ്ട ഒരു കുട്ടിക്ക് A+ എത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കും. കാരണം അതിന് കൃത്യമായിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സിൻ്റെ പ്രൂഫ് അടക്കം ഈ ഒരു വീഡിയോയിലൂടെ മിസ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓരോ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്, ചിലത് അതേ മോഡൽ വന്നിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ A+ എത്താൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഈ ലൈവുകൾ കണ്ട ഒരു കുട്ടിക്ക് എന്തായാലും സാധിക്കും. പക്ഷേ ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. കാരണം ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ള കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ബേസ് ചെയ്ത് പഠിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. ഇനി വരാൻ പോകുന്ന നമുക്കിപ്പോൾ ഫസ്റ്റത്തെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് വരാൻ പോകുന്ന പബ്ലിക് എക്സാം അല്ലെങ്കിൽ മോഡൽ എക്സാമിന് മുമ്പ് നമുക്കൊരു സമയമുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇപ്പോൾ മോഡൽ എക്സാമിനാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പബ്ലിക് എക്സാമിന് അധികം ദിവസമല്ല, നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയി പോകും. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഐഡിയ കിട്ടി. ഇനിയും ബുദ്ധിമുട്ടാവുന്നുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി പഠിക്കുന്ന സമയത്ത് തിയറി ബേസ് ചെയ്തിട്ട് നന്നായിട്ട് തിയറി പഠിച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക തന്നെ നമ്മൾ ചെയ്യണം. അതേപോലെ അത്യാവശ്യം CBSE ബോർഡ് എക്സാം ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഓരോ ചാപ്റ്ററിനും. പിന്നെ നമ്മുടെ മിസലേനിയസ് ആയാലും എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അത്യാവശ്യം സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒട്ടും സമയം കളയാതെ ജസ്റ്റ് ആൻസർ കീ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ സെറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ A യൂണിയൻ B ഈക്വൽസ് ടു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ സിംഗിൾട്ടൺ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ അലൻ സാർ ചെയ്തതാണ്. നമ്മുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസിലും അതേപോലെ നമ്മുടെ 7 hours ലൈവിലും പിന്നെ മോർണിംഗ് ബൂസ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ കറക്റ്റ് സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇനി അതേപോലെ അതിൻ്റെ ആൻസറും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ, നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ. അതേപോലെ അടുത്ത റിലേഷൻ എന്നുള്ള റോസ്റ്റർ ഫോമിലേക്ക് എഴുതേണ്ട ക്വസ്റ്റ്യനും അതേപോലെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ, പിന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻ്റെ ഒക്കെ സെയിം മോഡലും അതേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം അതേ സാധനം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൻസറും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇനി അടുത്തത് ട്രിഗ്നോമെട്രിന്ന് കോസിൻ്റെ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ടാനിൻ്റെയിൽ ചെയ്തിട്ടുണ്ട്. സെയിം പാറ്റേൺ ആണ് വരുന്നത്, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ മിനിറ്റ് ഹാൻഡ് L=R⁻θ റിലേഷനിൽ വരുന്നതിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാച്ചിലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അലൻ സാർ ലൈവിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ലൈവ് കണ്ട കുട്ടിക്ക് മനസ്സിലായിട്ട് ഓർമ്മ വന്നിട്ടുണ്ടാവും, ഇത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ആൻസർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മുടെ Nൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടുള്ള ക്വസ്റ്റ്യൻ, ആ രീതിയിലും കുറേ നമ്മൾ അങ്ങനത്തെ ടൈപ്പ് കുറേ അലൻ സാർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സീക്വൻസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ 3rd ടേം തന്നിട്ട് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാനാണ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് വിച്ച് ടേം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതേ സാധനം ജസ്റ്റ് ഈ ഒരു നമ്പറിന് മാത്രമാണ് വ്യത്യാസം. സെയിം മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻഷോട്ടിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമ്മളിപ്പോൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് പഠിപ്പിച്ചു എന്ന് തന്നെ പറയും. പഠിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പഠിപ്പിക്കാത്തത് പഠിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കോൺഫിഡൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സ്ലോപ്പ് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് ഡസ് നോട്ട് ഇൻ്റർസെക്ട് എക്സ് ആക്സിസിന് ഇൻ്റർസെക്ട് ചെയ്യാത്ത ഒരു സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനെയാണ്. ഇവിടെ മിസ് ഗ്രാഫൊക്കെ വരച്ച് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്താണ് മക്കളെ, അതിൻ്റെ സ്ലോപ്പ് 0 ആണ്. പിന്നെ ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ഈ 2 പോയിന്റ്സിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അങ്ങനത്തെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ബൂസ്റ്ററിലായാലും നമ്മുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസിലൊക്കെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ലെവലിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് അതിൻ്റെ ആൻസറും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതൊക്കെ.
ഇസ് അടുത്തതായിട്ട് നമ്മുടെ എലിപ്സിനെയും സർക്കിളിനെയും കണക്ട് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ. ഈ മോഡൽ നമ്മൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എലിപ്സ് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, സർക്കിളും റേഡിയസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് വരച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഈ ഒരു ടൈപ്പ് എലിപ്സ് ആണ്. എലിപ്സും അതേപോലെ സർക്കിളിൻ്റെ റേഡിയസ് ഇതാ ഇവിടെ 9 ആണെങ്കിൽ ഉദ്ദേശിക്കുന്നത് R² 9 ആണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. കറക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഓരോന്നും ഈ പറഞ്ഞ 2 പോയിന്റ്സ് ഈ ഒരു ചിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ P എന്ന് പറഞ്ഞ പോയിന്റ് ലൈസ് ഇൻസൈഡ് C ബട്ട് ഔട്ട്സൈഡ് D എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇത് 3 തെറ്റാണ്, ഇത് ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എലിപ്സിനെ കുറിച്ചും സർക്കിളിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വെച്ച് നിങ്ങൾക്ക് ആ ഫിഗർ വരയ്ക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ ഫോക്കസ് ആൻഡ് ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പാരബോള. ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ് ഓഫ് ദ പാരബോള x² + 9y. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം മോഡലാണ് നമ്മുടെ ഏതാണ് പാരബോളയാണ്. x² + 9y = 0. ഇതിന്ന് x² = -4ay എന്ന് പറഞ്ഞ ഫോമിലേക്ക് വരുന്ന രീതിയിൽ ഇതാ ഈ സെയിം മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ്. ജസ്റ്റ് അവർ നമ്പേഴ്സ് മാറ്റി ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് ആൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷനും ഫോക്കസും എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓക്കെ. ഇനി അടുത്തത് നമ്മുടെ ലിമിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഈ സെയിം ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്താണ്, അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതാ നമ്മുടെ ഇതേ മോഡൽ വരുന്ന ക്വസ്റ്റ്യൻ, മോഡലല്ല സെയിം ക്വസ്റ്റ്യൻ. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ തന്നെ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതി ഈ ലൈവ് കൃത്യമായിട്ട് കണ്ട ഒരു കുട്ടിക്ക് ഇത് എഴുതാൻ പറ്റിയെന്ന് മിസ് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എക്സാം? അത്യാവശ്യം ടഫാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നതെന്നൊക്കെ അറിയാം. പക്ഷേ എന്നാലും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക മക്കളെ, കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അടുത്തതായിട്ട് അടുത്ത നമ്മുടെ സബ്സെറ്റിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ A യൂണിയൻ B നമ്മുടെ ഡിമോർഗൻസിലൊക്കെ വരുന്ന സെയിം ക്വസ്റ്റ്യൻ അതേപോലത്തെ പാറ്റേൺ നമ്മുടെ അലൻ സാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ട് പഠിച്ചൊന്നും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഇവിടെ ഈ ഒരു ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ട ഇവിടെ അലൻ സാർ നിങ്ങൾക്ക് റഫായിട്ട് ഗ്രാഫൊക്കെ വരച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രാഫൊക്കെ കൃത്യമായിട്ട് വരച്ച് കഴിഞ്ഞാൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമ്മൾ എക്സാമിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇനി അടുത്തതായിട്ട് കോംപ്ലക്സ് നമ്പർ എന്നതാ ക്വസ്റ്റ്യൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുള്ളതും അതേപോലെ ഇവിടെ ഫൈൻഡ് കോൺജുഗേറ്റും അതേപോലെ Z1 Z2ൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ട് ഇത് കണ്ടുപിടിക്കാൻ മോഡുലസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും അതേപോലെ കോംപ്ലക്സ് നമ്പർ എവിടെയാണ് ലൈ ചെയ്യുന്നുള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എർഗൻ പ്ലെയിൻ ഒക്കെ വരച്ചിട്ട് അലൻ സാർ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ആ സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർക്ക് എക്സ്പ്ലനേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇനീക്വാലിറ്റി സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക്. ഇനി അടുത്തതായിട്ട് ബൈനോമിയൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ സം ഓഫ് കോയിഫിഷ്യൻസിനെ വെച്ചിട്ടാണ്. സം ഓഫ് കോയിഫിഷ്യൻസ് നമ്മുടെ 2n വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അതിൻ്റെ ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് 2n എന്ന് പറഞ്ഞതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ ഇത് നമ്മൾ 2n ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ആൻഡ് അടുത്തതാ ഇവിടെ 2n നമ്മളിങ്ങനെ ഓരോന്ന് വെച്ചിട്ട് സം എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ 6 പവർ വരുന്നതും 5 പവർ വരുന്നതിനൊക്കെ എങ്ങനെയാണ് കോയിഫിഷ്യൻസ് ചെയ്തേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മക്കൾ ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതേപോലെ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ജോമെട്രി പ്രോഗ്രഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് 3 ടേംസ് ഇവിടെ സം ഓഫ് 3 ടേംസിൻ്റെ സെയിം ക്വസ്റ്റ്യൻ അതേ മോഡൽ വന്നിട്ടുണ്ട്. അതേപോലെ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ സം ടു n ടേംസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതെല്ലാം കൃത്യമായിട്ട് സം ഓഫ് 3 ടേംസ് ഒക്കെ അതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ 50 ഷുവർ ക്വസ്റ്റ്യൻസിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തതായിട്ട് അടുത്തതായിട്ട് സ്ട്രേറ്റ് ലൈൻസിന് ആംഗിൾ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആംഗിൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആംഗിളിൻ്റെ ഫോർമുല ഇല്ലേ ടാൻ തീറ്റ വെച്ചിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡൽ ഏകദേശം കുറച്ച് മാറ്റിയിട്ടാണ് ചോദിച്ചത്. എന്നാലും ആ ഒരു ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് മിസ് ഇവിടെ ആൻസർ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ. അതേപോലെ ഈ ഒരു പോയിന്റ് ഏത് ഒക്ടൻറ്റിലാണ് ലൈ ചെയ്യുക എന്നുള്ളത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ അലൻ സാർ ഏത് പോയിന്റിലാണ് ഏത് ഒക്ടൻറ്റിലാണ് ലൈ ചെയ്യുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിന്ന് പിന്നെയും ട്രിഗ്നോമെട്രി അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ട്രിഗ്നോമെട്രി ഇതിവിടെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഏകദേശം ആ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് സാർ ഇവിടെ വെച്ചിട്ടുണ്ട്.
ആൻഡ് അടുത്തതായിട്ട് യെസ് നമ്മുടെ പെർമ്യൂട്ടേഷൻ പിന്നെയും നമ്മുടെ അസാസിനേഷനൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതേപോലെ കാർഡിൻ്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അലൻ സാറിൻ്റെ ആ 50 ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട പെർമ്യൂട്ടേഷനിലെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കൊല്ലവും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി അടുത്തതായിട്ട് യെസ് നമ്മുടെ ഹൈപ്പർബോളൻ്റെ ഇതേ മോഡലൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഈക്വൽ ടു അപ്പുറത്ത് 1 ആക്കാൻ വേണ്ടി ഡിവൈഡൊക്കെ ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ്റെ മോഡലാണ്. അപ്പോൾ മിസ് ഇതാ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഫോക്കസും വേർട്ടെക്സും എക്സെൻട്രിസിറ്റിയോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ലാറ്റസ് റെക്റ്റും കണ്ടുപിടിക്കാനുള്ളതാണ്. നിങ്ങളത് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇതിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്, 19ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ഇനി അടുത്തത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോക്കൈ ഓഫ് ആൻ എലിപ്സ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത് കുറച്ച് എന്താ പറയുക, കുറച്ച് ഇക്വേഷനൊക്കെ ഒന്ന് ഇക്വേറ്റ് ചെയ്താലൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ലാറ്റസ് റെക്റ്റത്തിനെയും അതേപോലെ എക്സെൻട്രിസിറ്റീൻ്റെ ഫോർമുലയും അതേപോലെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന C² = A² - B² എന്ന് പറഞ്ഞ ഇക്വേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ എക്സെൻട്രിസിറ്റീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഇതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ 3 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ ആൻസർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഇവിടെ സെയിം മോഡൽ ഇതേപോലത്തെ മോഡലാണ്. പവർ വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിൽ എങ്ങനെ ഉണ്ടായിരുന്നു, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക മക്കളെ, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഇത്രയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തിയതിന് ശേഷം മനസ്സിലായിട്ടുള്ള കാര്യം, ഇനിയും ഇതേപോലത്തെ സ്റ്റാൻഡേർഡ് ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള, കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു നോർമൽ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതുവരെ ചോദിക്കാത്ത രീതിയിലുള്ള PYQ ഒന്നും പോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കും അതേപോലെ തന്നെ പ്രതീക്ഷിക്കണം. +2 പോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് ആയാൽ പോലും ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഈസി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല. അത്യാവശ്യം CBSE ബോർഡ് ലെവൽ എക്സാമിൻ്റെ അത്രയും കൂടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇനിയുള്ള 2 മാസം 2 മാസം ഒന്നും നമുക്കില്ല നമ്മുടെ മുന്നിൽ. അപ്പോൾ കൃത്യമായിട്ട് ഇനി നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെയൊക്കെ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ട്. അതിനി കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ഒക്കെ തുടങ്ങുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. December 26 നമ്മുടെ ക്രാഷ് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പബ്ലിക് എക്സാമിലേക്ക് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക മക്കളെ, അഡ്മിഷനൊക്കെ ഉറപ്പാക്കുക. അതേപോലെ നിങ്ങൾക്ക് +2ൻ്റെ ബാച്ചിലേക്ക് നിങ്ങൾ ഇപ്പോഴേ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രാഷ് കോഴ്സ് ഫ്രീ ആയിരിക്കും. എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഇപ്പോൾ +2ലേക്ക് പോയാലൊക്കെ നിങ്ങൾക്ക് അവിടെ ലാബും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങളുടെ +1ൻ്റെ മാർക്ക് മാക്സിമം നിങ്ങൾ ഈ ഒരു കൊല്ലം തന്നെ സ്കോർ ചെയ്ത് വെക്കുക. ഏറ്റവും നല്ല മാർക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ +2 നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പുറകെ ഒന്നും പോകേണ്ടി വരില്ല. +2ൻ്റെ എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം കൂടെ ഒന്നിച്ച് വന്ന് ആകെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും മാർക്ക് നിങ്ങൾ എഫക്റ്റ് ചെയ്യും. സോ ഇപ്പോഴത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഇത് ഒരു തിരിച്ചറിവാണ്. അത്യാവശ്യം എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് പാടായപ്പോൾ നമുക്ക് കിട്ടിയൊരു പാഠമാണ്. നന്നായിട്ട് ഇനി ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. അത്യാവശ്യം തിയറിയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഇതിപ്പോൾ അത്യാവശ്യം കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ളവർക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും ഹൈ ലെവലായിട്ട് മാറി സ്ഥിതിക്ക് നമ്മുടെ പഠന രീതി ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ലൈവൊക്കെ കണ്ട മക്കൾക്ക് എന്തായാലും ഒരു A+ലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയിക്കുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ മക്കളെ, അപ്പോൾ അത്ര ഹാപ്പി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹാപ്പി അല്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേരുടെ മെസ്സേജൊക്കെ കാണാൻ പറ്റി. കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും സാരമില്ല, നമുക്ക് ഇനിയുള്ള അവസരങ്ങൾ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള എക്സാമൊക്കെ നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റട്ടെ. സോ ബൈ.